വാർത്തകളിലേക്ക് നോക്കിയാൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ഉണ്ടായത് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ. കോൺഗ്രസ് പ്രവർത്തകർ കടകൾ അടപ്പിച്ചു, വാഹനങ്ങളും തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പോലീസ് സഹായത്തോടെ CPM അട്ടിമറിച്ചു എന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് ഹർത്താലുമായി മുന്നോട്ട് പോയത്. ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നെങ്കിലും നഗരത്തിലെ ജനജീവിതത്തെ ഹർത്താൽ കാര്യമായി ബാധിച്ചിരുന്നില്ല. സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുകയും കടകൾ തുറക്കുകയും ചെയ്തു. ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രകടനമായെത്തിയ ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു, കടകൾ നിർബന്ധിച്ചടപ്പിച്ചു. ബസ് ജീവനക്കാരും കടയുടമകളും സമരാനുകൂലികളും തമ്മിൽ പലയിടങ്ങളിലും വാക്കേറ്റമുണ്ടായി. ദീർഘദൂര ബസ്സുകൾക്കൊപ്പം സിറ്റി ബസ്സുകളും സർവീസ് നടത്തിയതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. രാഷ്ട്രീയപരമായി നേഹരായും നേരിടും. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കും, ഒരു സംശയവുമില്ല. നിങ്ങളിത് കണ്ടില്ലേ, കേരളത്തിന്റെ ചരിത്രത്തിൽ അടുത്തൊന്നും കേട്ടുകളില്ലാത്ത പണ്ട് കണ്ണൂരിൽ നടക്കുന്ന രീതിയാണ് കോഴിക്കോട് വായിപ്പിച്ചത്. ഇതിന് CPM-നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. ഭരിക്കുന്ന സംഘടനയെ കൊണ്ടും ഭരിക്കുന്ന പാർട്ടിയെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും ഉദ്യോഗസ്ഥരെ കൊണ്ടും മറുപടി പറയിച്ചിട്ടേ കോൺഗ്രസിന് ഇഷ്ടമുള്ളൂ. കടകൾ നിർബന്ധിച്ചടപ്പിക്കാനുള്ള ശ്രമങ്ങൾ കടയുടമകൾ എതിർത്തു. പോലീസ് ഇടപെട്ടതോടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലവട്ടം കയ്യാങ്കളിയുണ്ടായി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇന്നലെ നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതർ CPM പിന്തുണയോടെ ഭരണം പിടിച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ചേവായൂർ ബാങ്ക് ഭരണം പിടിക്കാൻ CPM പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ചെന്ന് VD സതീശൻ. സഹകരണ രംഗത്ത് സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും UDF പിൻവലിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ്. അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു. 5000-ഓളം ആളുകളെയാണ് വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടിയോടിച്ചത്. 3000-ഓളം പേർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി CPM ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ക്രിമിനലുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വോട്ട് ചെയ്യാൻ വന്ന 5000-ഓളം ആളുകളെ ആട്ടിപ്പായിച്ചു. ക്രൂരമായ മർദ്ദനമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സംരക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും പിടിച്ചെടുക്കാൻ, ക്രൂരമായ മർദ്ദനം അയച്ചുവിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, സഹകരണ രംഗത്ത് ഈ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നു. അതേസമയം KPCC പ്രസിഡന്റിന്റെ കൊലവിളി പ്രസംഗത്തിലുള്ള തിരിച്ചടിയാണ് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഈ സംഘർഷത്തിന് പിന്നിൽ കോൺഗ്രസ് ആണ്. സുധാകരന്റെ ആഹ്വാനമനുസരിച്ചാണ് കോൺഗ്രസ് അതിക്രമം നടത്തുന്നതെന്നും റിയാസ് ആരോപിച്ചു. KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോഴിക്കോട് വരികയും കൊലവിളി പ്രസംഗം നടത്തുകയാണ് ചെയ്തത്. കൈ വെട്ടും കാല് വെട്ടും കൊലപ്പെടുത്തുമെന്നൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് പ്രഖ്യാപിക്കുകയാണ്. അതുകൂടി ഈ വോട്ടിംഗ് പാറ്റേണിനെ ബാധിച്ചിട്ടുണ്ട്. BJPക്കെതിരെ ഒന്നും പറയാത്തവരാണ് കോൺഗ്രസ് നേതൃത്വം. ഈ KPCC പ്രസിഡന്റൊക്കെ ശക്തമായിട്ട് BJPക്കെതിരെ എന്തെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ കോൺഗ്രസ് വിട്ട് പുരോഗമന രാഷ്ട്രീയത്തോട് താല്പര്യം പ്രകടിക്കുന്നവരെ വ്യക്തിഹത്യ നടത്തുകയും കൊലവിളി നടത്തുകയും ചെയ്യുന്ന രീതിയാണ്. 61 കൊല്ലമായി കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന, കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് കാരണമായി മാറിയിരുന്ന ഒരു ബാങ്ക് 8000-ഓളം വരുന്ന പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാരുൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു സാമ്പിൾ ഡോസാണ്. ഇനി പാലക്കാട്ടെ ക്ലൈമാക്സ്.